മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം.ടിക്ക് ആദരമർപ്പിച്ച് കേരളം. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ടാഗോർ തിയേറ്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മലയാള സാംസ്കാരിക മണ്ഡലത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന എം.ടി. വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചാണ് സാംസ്കാരിക വകുപ്പിന്റെ ഒത്തുചേരൽ. ഓർമ്മകൾ പുതുക്കി ഓരോരുത്തരും എം.ടിയെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകൃതികൾ കൊണ്ട് മാത്രമല്ല, മനുഷ്യസ്നേഹപരമായ നിലപാടുകൾ കൊണ്ടുകൂടിയാണ് എം.ടി. മലയാള മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത്. തുഞ്ചൻപറമ്പിനെ വർഗീയ ദുസ്വാധീനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ എത്ര വലിയ സമ്മർദ്ദമാണ് ഒരു ഘട്ടത്തിൽ എം.ടിക്ക് മേൽ ഉണ്ടായത്. ആ ജീവന് ഭീഷണി പോലും ഉണ്ടായി. എന്നാൽ എം.ടി. തരിമ്പും വിട്ടുവീഴ്ച കാട്ടാതെ മതനിരപേക്ഷതയെ തുഞ്ചൻപറമ്പിൻ്റെ ജീവനാക്കി നിലനിർത്തി. മതേതര കേരളം എന്നും അതിന് എം.ടിയോട് നന്ദിയുള്ളതായിരിക്കും. ഇടതുപക്ഷത്തെ ഒരിക്കലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോറലേൽപ്പിക്കാതിരുന്ന സാഹിത്യനായകൻ കൂടിയാണ് എം.ടി. ആവശ്യമുള്ളിടത്ത് തിരുത്തിയും മതിയായ രീതിയിൽ സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ഞങ്ങളുടേതടക്കമുള്ള ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പിന്തുണയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി മലയാളികളുടെ സൗന്ദര്യബോധത്തെയും ഭാവുകത്വത്തെയും ജീവിതാനുഭവങ്ങളെ നവീകരിച്ച സാഹിത്യകാരനാണ് അദ്ദേഹം. എല്ലാ അർത്ഥത്തിലും ഇതിഹാസമായിരുന്നു അദ്ദേഹം. അക്ഷരങ്ങളുടെ തീവ്രതയാൽ എം.ടി. വായനക്കാരെ വിസ്മയിപ്പിച്ചു. കഥാപാത്രങ്ങളുടെ സന്തോഷവും സങ്കടവും മാനസിക വ്യഥകളും വികലതകളുമെല്ലാം വായനക്കാരുടെ മനസ്സിൽ പ്രതിഫലിച്ചു. എം.ടി. വാസുദേവൻ നായരുടെ നിര്യാണത്തോട് മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ വെളിച്ചം പകർന്നു നിർത്തിക്കൊണ്ടുന്ന വിളക്കാണ് അടഞ്ഞത്. എഴുത്തുകാരൻ N.S. മാധവൻ, കെ ജയകുമാർ, ഷാജി എൻ കരുൺ, A. റഹീം MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D. സുരേഷ് കുമാർ, നിർമ്മാതാവ് G. സുരേഷ് കുമാർ, പ്രൊഫസർ V. മധുസൂദനൻ നായർ, സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ, മുരുകൻ കാട്ടാക്കട തുടങ്ങി വലിയ നിരയാണ് എം.ടിയുടെ ഓർമ്മകൾ പങ്കുവച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.